അപ്പോൾ അദ്ദേഹം വെല്ലുവിളിച്ചത് അദ്ദേഹം KNM-ൻ്റെ സെക്രട്ടറി അല്ല, അദ്ദേഹം KJU-ൻ്റെ സെക്രട്ടറി, കേരള ജമിയത്തുൽ ഉലമയുടെ. ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു ഔദ്യോഗിക വ്യക്തി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ഡിത സഭയെ. നമ്മൾ പറഞ്ഞു തയ്യാറാണ്. ഇനി എന്ത് ചെയ്യണം? പണ്ഡിത സഭകൾ തമ്മിൽ ഔദ്യോഗികമായി ചർച്ചകൾ നടക്കണം, വൈജ്ഞാനിക ചർച്ചയാണ്. അവർ വെല്ലുവിളിച്ചു. അപ്പോൾ തന്നെ അവരുടെ സെക്രട്ടറിയുമായി ഈ വെല്ലുവിളിച്ച വ്യക്തിയുമായി KNM-ൻ്റെ വ്യക്തികൾ ബന്ധപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അദ്ദേഹം പറഞ്ഞു ISM-ൻ്റെ ആളുകളെ കത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ സ്വീകാര്യമല്ല. ഹനീഫ് കായക്കൊടിയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം KJ-ൻ്റെ സെക്രട്ടറിയാണ്. KJ-ൻ്റെ സെക്രട്ടറി നമ്മുടെ ലജ്നത്ത് ബുഹ്സുൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ പണ്ഡിത സഭയ്ക്ക് കത്ത് തന്നാൽ ഇൻഷാ അല്ലാഹ് ഉടൻ നമുക്ക് സംവാദം നടത്താവുന്നതാണ്. KJ-ൻ്റെ ലെറ്റർ ലീഫൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ലീഫ് തന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ അക്കം വിഷയത്തിൽ നമ്മൾ പറയപ്പെട്ട വിഷയത്തിൽ സംവാദം നടത്താൻ നമ്മൾ അതിന് കാത്തിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. KJU-ൻ്റെ കത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾക്കതിൽ ഉറപ്പാണ്. അത് ഏതെങ്കിലും നിലയ്ക്ക് വാങ്ങണം എന്ന തീരുമാനത്തിൽ തന്നെ നമ്മളുള്ളത്. എന്തായാലും KJU സെക്രട്ടറി മുമ്പിലാണ്, മുമ്പെടുത്തുണ്ടാവുക ലെറ്റർപേഡൊക്കെ, ലെറ്റർപേഡും സീലൊക്കെ ഏതായാലും കൈവശം ഉണ്ടാവും. പല KNM-കാരും മാറി 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 അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കത്ത് കൊടുത്തുകൂടെ ചോദിച്ചു. അപ്പോൾ തൽക്കാലം ISM-ൻ്റെ കത്ത് മതി എന്ന് പറഞ്ഞത്. നമ്മൾ വിചാരിച്ചാൽ ISM ഒരിക്കലും KJU-ൻ്റെ മേലെ പോകാൻ പറ്റില്ലല്ലോ. മരത്തിനേക്കാളും വലിയ കൊമ്പുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയും മാറും. അവിടെ KJU സെക്രട്ടറി വെല്ലുവിളിച്ചു, നമ്മുടെ പണ്ഡിത സഭയെയാണ് വെല്ലുവിളിച്ചത്, ഇനി വ്യക്തികൾ തമ്മിലല്ല. അതുതന്നെയാണ് കാലങ്ങളെ നമ്മൾ കാത്തുന്നത്. മറ്റു പലരും പലയിടത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാലിച്ചത് അത് ഔദ്യോഗികമായി വരട്ടെ എന്ന് വയ്ക്കണം. അപ്പോൾ അത് ഔദ്യോഗികമായി വന്നു. ഇനി ആ രേഖ കൊടുത്തയച്ചാൽ മതി. സ്റ്റേജിൽ നിന്ന് പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ പറയുക, ഒരു എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം. അവിടെ കായക്കൊണ്ട് നമ്പറുള്ളത് മുഴുവനും മൂപ്പർ ചോദിക്കാൻ നിങ്ങൾ എന്താ കൊടുക്കാത്തത്? ഞങ്ങൾ ഒരാഴ്ച കൂടി കാത്തിക്കും. അതിനിടയ്ക്ക് കിട്ടിയെങ്കിൽ ബാക്കി പണി നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പം നോക്കാതെ.